Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനതാദളുമായിട്ടുള്ള സീറ്റ് ധാരണ ഒരു രീതിയിലും എത്താതെ പോവുകയാണ്. അതായത് NDAയിൽ കൃത്യമായ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല. അതിനിടയിലാണ് പാർലമെന്റിലെ നിരവധിയായ വിഷയങ്ങളിൽ ഐക്യജനതാദൾ എംപിമാർ BJPക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഐക്യജനതാദൾ എംപിമാർ ഇപ്പോൾ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു മൗത്ത്പീസായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. BJPക്ക് വേണ്ടി പ്രതിപക്ഷത്തുള്ള എംപിമാരെ ഒരു കാരണവുമില്ലാതെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ തോതിലുള്ള ശകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിഷ്പക്ഷമായല്ല ഓം ബിർള ചിന്തിക്കുന്നത്. ഓം ബിർളയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പോലും പ്രതിപക്ഷത്തു നിന്നുള്ള നിരവധി എംപിമാർ ചോദ്യം ചെയ്ത് പല സാഹചര്യങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വോട്ടർ പട്ടികയിലെ കൃത്രിമത്വം ജ്ഞാനേഷ് കുമാർ BJPക്ക് ചെയ്തു കൊടുത്ത ഉപകാരമാണ്. ഇത് മനസ്സിലാക്കാൻ പ്രത്യേക സാഹചര്യമൊന്നും വേണ്ടെന്നും ഇതെല്ലാം തങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നുവെന്നും ഐക്യജനതാദൾ തുറന്നടിക്കുന്നതോടുകൂടി BJP നേതാക്കൾ വെട്ടിലായിരിക്കുകയാണ്. BJPയുടെ ബീഹാറിലെ നേതാക്കളായ രവിശങ്കർ പ്രസാദും ഗിരിരാജ് സിംഗുമൊക്കെ ഐക്യജനതാദളുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല ചിരാഗ് പാസ്വാനും ഐക്യജനതാദളുമായ സഹകരണം താൽപര്യപ്പെടുന്നില്ല. എന്നാൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ലലൻ സിംഗ് എന്ന കേന്ദ്രമന്ത്രി ഉൾപ്പെടെ രണ്ടുപേരാണ് JDUവിന് ഇപ്പോൾ NDA മന്ത്രിസഭയിൽ ഉള്ളത്. ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുമെന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി കടും വെട്ടെന്നും വെട്ടാത്തത് എന്നാണ് പൊതുവിൽ BJP നേതാക്കൾ പറയുന്നത്. പക്ഷേ കൊത്തി മുറത്തിൽ കയറി കുത്തരുത് എന്ന രീതിയിലേക്ക് താക്കീതുമായാണ് BJPയുടെ നേതാക്കൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം TDPയുടെ നേതാക്കളിൽ പലരും വലിയ വിയോജിപ്പ് പലതവണയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐക്യജനതാദളും DDPയും മാത്രമല്ല പല ചെറുതും വലുതുമായിട്ടുള്ള സഖ്യകക്ഷികൾ BJPയുടെ പാളയത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ മാത്രമേ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ അതിനെ തയ്യാറായി നടപടി സ്വീകരിക്കണമെന്നുകൂടി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. എത്രനാൾ ഇങ്ങനെ അപമാനം സഹിച്ച് അതിനകത്ത് കഴിയാൻ പറ്റുമെന്നാണ് ഐക്യജനതാദളിനോട് കൃത്യമായി ചോദിക്കുന്നത്. നിതീഷിനെ ഇനി മുഖ്യമന്ത്രിയാക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിതീഷിനെ ഒതുക്കുക എന്നത് തന്നെയാണ് അവരുടെ ശ്രമം. വേണ്ടിവന്നാൽ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ പദവി കൊടുക്കും. നിതീഷിന് അതിനുള്ള താല്പര്യവുമില്ല. RJD എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇനി തയ്യാറാവുകയില്ല. നിതീഷിനെ RJD ചുമന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ബീഹാർ ജനതയെ വഞ്ചിച്ച വ്യക്തിയാണ് നിതീഷ് എന്നുള്ളത് തുറന്നടിക്കുകയാണ് കോൺഗ്രസ്.